എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസം കഴിയും തോറും ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ കഴിഞ്ഞു പോകും തോറും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ആൻറ്റി ഇൻകംബൻസ് കുറച്ച് കാലമായി തുടങ്ങിയതാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം ശനിദശയിലാണോ കണ്ടകശനി സമയത്താണോ കയറി സത്യപ്രതിജ്ഞ ചെയ്തതെന്നറിയില്ല. ഇപ്പം ജ്യോതിഷം നോക്കുന്നുണ്ട്. അത് സത്യപ്രതിജ്ഞ സമയത്ത് ഒരു ജ്യോതിഷം കൂടെ നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അപ്പോൾ നോക്കാത്തതുകൊണ്ടാണോ ഒരു കണ്ടകശനി ഇപ്പോൾ കിടപ്പുണ്ട്. ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുന്നില്ല. കേരളയിൽ പറ്റുന്നില്ല, ഒരു കാര്യവും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണിത് ആളുകളുടെ പ്രതിസന്ധികൾ, ആരോഗ്യവകുപ്പിൽ പ്രശ്നം, വിദ്യാഭ്യാസ വകുപ്പിൽ പ്രശ്നം, സിസ്റ്റം ഫെയിലുവർ ആണെന്ന് മന്ത്രിമാർ തന്നെ പറയേണ്ടി വരുന്നു. സുധാകരനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള CPM-ൻ്റെ വളരെ സീനിയർ നേതാവ് മലയാള മനോരമയിൽ നോട്ടം പേജിൽ എഴുതേണ്ടി വരുന്നു. ഭരണകൂടത്തിൻ്റെ തകരാറാണ്, വ്യവസ്ഥിതി ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഒരു അധ്യാപികയുടെ ലേഖ എന്ന് പറയുന്ന രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ ഭർത്താവ് VT ഷിജോ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഭാര്യയ്ക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ വീഴുന്നു, കറണ്ട് അടിച്ച് മരിക്കുന്നു. ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടടിഞ്ഞ് ഇവിടെ മരിക്കുന്നു. ഒരു ഡോക്ടർ ഹാരിസ് ആണെങ്കിൽ, തിരുവനന്തപുരത്തൊരു ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ കടലിനും ചെറുത്താനും ഇടയിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നടപടി നേരിടാൻ വേണ്ടി നിൽക്കുന്നു. വേണ്ട ജഗപുകയാണ്. അപ്പോഴാണ് പറയുന്നത് മൂന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിന് സാധ്യതയില്ല എന്നുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അത് പിണറായി വിജയനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ്. അടുത്ത മുഖ്യമന്ത്രിന് വനിതയാകുമോ? വേറെ ചില ചലനങ്ങൾ നടക്കുന്നുണ്ട് CPM-നകത്ത്. അതായത് പിണറായി വിജയൻ മത്സരിക്കുന്നില്ല, പകരം 2 പ്രാവശ്യം മത്സരം ജയിച്ചവർക്കെല്ലാം സീറ്റ് കൊടുക്കുക ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ വരുമ്പോൾ CK ഹരീന്ദ്രനും അതുപോലെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ കട്ടാക്കട വരുമ്പോൾ IB സതീഷിന് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ TK മുരളി, കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെ അങ്ങ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കയറി VK പ്രശാന്ത് മുതൽ അങ്ങ് കയറി കാസർഗോഡ് വരെ പോകുമ്പോൾ 2 പ്രാവശ്യം ജയിച്ചവർക്ക് വീണ്ടും കൊടുക്കുന്നു. എന്നാൽ തോറ്റുപോകുന്ന സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വനിതകൾക്ക് കൊടുക്കുന്നു. അതുപോലെ പട്ടികവർഗ്ഗക്കാർക്ക് കൊടുക്കുന്നു, പ്രൊഫഷണലുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൃത്യമായി മൂന്നാം പിണറായി മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജികൾ നമ്മുടെ ഗൗതം മാഷിൻ്റെ ഭാഗത്തുനിന്നും CPM-ൻ്റെ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഒരു വനിതയെ നിർത്തിയാൽ അതാണ് നല്ലതെങ്കിൽ ശൈലജ ടീച്ചറെ മുന്നിൽ നിർത്തി അങ്ങനെ ഒരു പരീക്ഷണം നടത്താനും CPM തയ്യാറാകുന്നു. ശൈലജ ടീച്ചറെ ഇപ്പോൾ ഉള്ളൂ, കാരണം ശ്രീമതി ടീച്ചർ ഒതുങ്ങി, അവർ പ്രായമൊക്കെ ആയി ഒതുങ്ങി. ഇപ്പോൾ ശൈലജ ടീച്ചർ മാത്രമാണ് നിൽക്കുന്നത്. ഇനി BJP ഇനി ശൈലജ ടീച്ചറിനെ അങ്ങനെ ഒരു തന്ത്രം CPM പറയുമ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു തന്ത്രം പയറ്റാൻ ഒരു സംസ്ഥാന തലത്തിൽ ഒരു നല്ല നേതാവില്ല. കാരണം അത്രയും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കാൻ പറ്റിയ നേതാവൊന്നുമില്ല. കാരണം നമുക്കിപ്പോൾ ഒരു മുൻ മന്ത്രിയായിരുന്ന വനിതയായി അങ്ങനെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസിലില്ല. എന്തോ കോൺഗ്രസിൽ വനിതകളുടെ എണ്ണം കുറവാണ്. ഒരു ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കൊല്ലത്ത്, പിന്നെ ഒരു ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴ, പിന്നെ വനിതകളില്ലയോ? അയ്യോ, കോൺഗ്രസിൽ വനിതകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും, തീർച്ചയായിട്ടും പറയേണ്ടി വരും. CPM-ഇല്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ BJP വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശോഭാ സുരേന്ദ്രനുണ്ട്. അപ്പോൾ ഇനി ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് ശോഭാ സുരേന്ദ്രനെ പ്ലോട്ട് ചെയ്യുമോ BJP? കാരണം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും മുഖ്യമന്ത്രിയാവാൻ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അദ്ദേഹം കുറച്ചൊരു വൈഡ് ക്യാൻവാസിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇനി ശോഭാ സുരേന്ദ്രനെ പ്ലോട്ട് ചെയ്യുമോ BJP? ശൈലജ ടീച്ചറിനെ ഇപ്പോഴത്തെ പ്ലോട്ട് ചെയ്താൽ അങ്ങനെ ആരെയാണ് ഇനി ലോഞ്ച് ചെയ്യണം നമുക്കറിയില്ല. എന്തായാലും മൂന്നാം പിണറായി സർക്കാർ ഇല്ല എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് പിണറായി തന്നെ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഉള്ളത് വെച്ച് ഓണം പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തി, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തി അങ്ങ് പിരിയുക, പെൻഷൻ പറ്റുക എന്നുള്ള നിലയിൽ പിണറായി എത്തിയിട്ടുണ്ട്. മരുമകനെ കയറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലുള്ള തന്നെ രാജീവും MP രാജേഷും അതുപോലെ മുഹമ്മദ് നമ്മുടെ സ്പീക്കർ ഷംസീറും അടങ്ങുന്ന വിഭാഗക്കാർ സമ്മതിക്കത്തില്ല. അവരെല്ലാവരും കൂടി വളരെ കർശനമായി നിൽക്കുകയാണ്, മരുമകനെ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ടേമിൽ മരുമകന് സാധ്യതയില്ല. ഒരു ടേൺ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും പിണറായി വിജയൻ മൂന്നാം ടേമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ചുവരെഴുത്ത്.